ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ശ്രീകുട്ടിയെ കൂട്ടാൻ വേണ്ടി ആനന്ദ നിലയത്തിലേക്ക് ശ്യാമ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഐശ്വര്യയാണെങ്കിൽ വസുന്ധരാമ്മയോട് പറയുന്നുണ്ട് ശ്രീകുട്ടിയെ വിടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ആദ്യത്തിനാണെങ്കിലും ശ്യാമയ്ക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട് ശ്യാമ ചെയ്തതൊന്നും അമ്മ മറക്കാൻ പാടില്ല എന്നൊക്കെ. വസുന്ധരാമ്മ അപ്പോൾ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ ഇതൊരു കൊച്ചുകുട്ടിയുടെ കാര്യമല്ലേ, അവൻ ആശുപത്രിയിലല്ലേ, അതുകൊണ്ട് പോയിട്ട് വരട്ടെ എന്നൊക്കെ പറയുന്നു. വസുന്ധരാമ്മ പറയുന്നുണ്ട് ശ്രീകുട്ടിയെ കൊണ്ടുപോകുന്നതൊക്കെ കൊള്ളാം, കറക്റ്റ് സമയത്ത് സുരക്ഷിതമായിട്ട് ഇവിടെ കൊണ്ടുവന്നേക്കണമെന്നൊക്കെ പറയുന്നു. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും പേടിക്കേണ്ട, കൃത്യസമയത്ത് തന്നെ ശ്രീകുട്ടിയും കൊണ്ട് ഞാൻ തിരിച്ചു വരാം, വൈകിട്ട് വന്ന് കൂട്ടിയിട്ടും പോകാമെന്നൊക്കെ പറയുന്നു. ശ്യാമയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു. ശ്യാമ അവിടെ നിന്നും പോകുന്നു. ശ്യാമ പോയതിനു ശേഷം ഐശ്വര്യ വസുന്ധരാമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനാണ് ആ കുട്ടിയെ വിടാമെന്ന് സമ്മതിച്ചതെന്നൊക്കെ. ആ സമയത്ത് വസുന്ധരാമ്മ ചോദിക്കുന്നുണ്ട് നിനക്കൊട്ടും മനസാക്ഷിയൊന്നുമില്ല എന്നൊക്കെ. ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വസുന്ധരാമ്മയ്ക്കാണെങ്കിൽ ശ്യാമയുടെ ചായവൊക്കെ തുടങ്ങിയിട്ടുണ്ട്, സെലിബ്രിറ്റി ആയതുകൊണ്ടായിരിക്കുമെന്നൊക്കെ. പിന്നീട് അമൃതയാണെങ്കിൽ ആദിത്യനോട് പറയുന്നുണ്ട് നമുക്കൊരു സ്ഥലം വരെ പോകണമെന്ന്. ആദിത്യനപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യമെന്ന്. വേറെ ആരും അറിയണ്ട, ഒരു സീക്രട്ടായ ഒരു സ്ഥലത്ത് പോകാനാണെന്നൊക്കെ അമൃത പറയുന്നു. എനിക്കൊരു കാര്യം കണ്ടുപിടിക്കാനുണ്ടെന്നൊക്കെ പറയുന്നു. ശ്യാമയും ശ്രീകുട്ടിയും ഇന്ന് ബീച്ചിൽ പോകുമ്പോൾ അവളും അവിടെ തന്നെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. ആദിത്യനപ്പോൾ തെളിച്ച് കാര്യങ്ങൾ പറയാനെന്ന് പറയാണ്. അമൃത അപ്പോൾ സംശയമുള്ള കാര്യങ്ങളെല്ലാം തുറന്ന് ആദിത്യനോട് പറയുന്നുണ്ട്. ആദിത്യനപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ശ്യാമ പോകുന്ന ബീച്ചിലേക്ക് പോകാമെന്നൊക്കെ. പിന്നീട് കാണിക്കുന്നത് വിസ്മയാണ്. വിസ്മയ നെറ്റിയിലെല്ലാം പൊട്ടും സിന്ദൂരമൊക്കെ വരച്ചിട്ട് ഒരു പൂമാലയുമായിട്ട് കൃഷ്ണന്റെ വിഗ്രഹത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ആ പൂമാല ഇടുന്നു. കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എന്റെ കൃഷ്ണനാണ് എന്നെ റിയാലിറ്റി ഷോയിൽ വിജയിപ്പിച്ചത്, ഞാൻ കൃഷ്ണന്റെ ശ്യാമയാണെന്നൊക്കെ പറയുന്നു. അതിനുശേഷം 75 ലക്ഷം രൂപ കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. അവിടേക്ക് അരുന്ധതിയും ഐശ്വര്യയും വരുന്നുണ്ട്. അരുന്ധതി കരഞ്ഞുകൊണ്ട് ഐശ്വര്യയോട് പറയുന്നുണ്ട് എന്റെ മോളുടെ സിറ്റുവേഷൻ കണ്ടോ, ഇനി ഞാൻ എന്താണ് ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടിയല്ലേ കൃഷ്ണന്റെ തിരുവാഭരണം മോഷ്ടിച്ചത്, അതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നു. ആ സമയത്ത് ഐശ്വര്യ പറയുന്നുണ്ട് പേടിപ്പിക്കരുത് എന്നൊക്കെ. ഐശ്വര്യ അരുന്ധതിയോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വിസ്മയ ഡോക്ടറിനെ കാണിക്കണമെന്നൊക്കെ. വിസ്മയ വീണ്ടും കൃഷ്ണനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണന് 100 പവൻ സ്വർണം തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ബീച്ചാണ്. ബീച്ചിൽ എല്ലാവരും കൂടെ ഒത്തുകൂടുന്നു. അവിടേക്കാണെങ്കിൽ അശ്വതിയും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരമൊക്കെ കഴിക്കാൻ തുടങ്ങുന്നു. ശ്യാമ അപ്പോൾ മാറി നിൽക്കുന്നത് കണ്ടിട്ട് അശ്വതി ശ്യാമയെ ഉപദേശിക്കുന്നുണ്ട് ഇങ്ങനെ മാറി നിന്നാൽ അപ്പൂന് വിഷമമാകും, സങ്കടപ്പെടാനൊന്നും പാടില്ല, ഇവിടെ വന്നിരുന്ന് കഴിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നു. അതേസമയം അവിടേക്ക് അമൃതയും ആദിത്യനും വരുന്നുണ്ട്. അവരാണെങ്കിൽ അശ്വതിയെ കാണുന്നു. അമൃത ആദിത്യനോട് പറയുന്നുണ്ട് ഞാൻ വിചാരിച്ച കാര്യം സത്യമായി, എന്തായാലും അശ്വതി തന്നെയാണ് ജാസ്മിനായിട്ട് കമ്പനിയിൽ ജോലി ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു. ആദിത്യൻ ഉടനെ തന്നെ ഫോൺ എടുത്തിട്ട് അമ്മയെ വിളിക്കുന്നു. ഇതിപ്പോ തന്നെ അമ്മയെ അറിയിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അഖിലും ശ്യാമയും ഇതിനെല്ലാം കൂട്ടു നിൽക്കുകയാണെന്നൊക്കെ പറയുന്നു. അതിനുശേഷം വിളിക്കാൻ തുടങ്ങുന്നുണ്ട്. അമൃത അപ്പോൾ ആദിത്യനെ തടയുകയാണ്. ഇപ്പൊ തൽക്കാലം വിളിക്കണ്ട എന്നൊക്കെ പറയുന്നു. ഈ പ്രശ്നം നമുക്ക് തന്നെ എങ്ങനെയെങ്കിലും പരിഹരിക്കാം, അത് മാത്രമല്ല നാളെ അപ്പുവിന്റെ സർജറി അല്ലേ, അത് കഴിയട്ടെ എന്നൊക്കെ പറയുന്നു. അശ്വതിയെ നമ്മൾ ഇപ്പോൾ ഓഫീസിൽ നിന്നും പറഞ്ഞു വിട്ട അവളെ പോലീസ് പിടിക്കും, അത് ശ്രീകുട്ടി അറിഞ്ഞാൽ ശ്രീകുട്ടി തകർന്നു പോകും, ആ മോളെ കൂടെ നമ്മൾ പരിഗണിക്കണ്ടേ എന്നൊക്കെ പറയുന്നു. എന്തായാലും നമുക്ക് ആലോചിച്ചൊരു തീരുമാനം എടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പുവിനെയും കൂട്ടി ശ്യാമയും എല്ലാവരുമാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരുന്നു. അപ്പു ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ശ്യാമയോട് പറയുന്നുണ്ട് ശ്യാമേച്ചി എന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തന്നു, ഇനി മരിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നു. ശ്യാമ വാപുത്തിയിട്ട് പറയുന്നുണ്ട് ഇനി അങ്ങനെയൊന്നും പറയരുത്, അപ്പൂനൊന്നും സംഭവിക്കത്തില്ല, അപ്പൂന്റെ കൂടെ കണ്ണനുണ്ട്, അതുകൊണ്ട് ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നൊക്കെ പറയുന്നു. അപ്പൂനോട് കിടന്നോളാൻ എന്നൊക്കെ പറയുന്നു. അപ്പൂനെ കിടത്തി ഉറക്കുന്നു. അതിനുശേഷം ശ്യാമയുടെ അച്ഛനും കരയുകയാണ്. ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് അച്ഛൻ ഇങ്ങനെ കരയാൻ പാടില്ല, ഇങ്ങനെ തളരാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. അപ്പൂനെ കൃഷ്ണൻ നോക്കിക്കോളും, എനിക്ക് വിശ്വാസമുണ്ടെന്നൊക്കെ പറയുന്നു. അതിനുശേഷം ശ്യാമ കൃഷ്ണനെ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൂന് വേണ്ടി. പിന്നീട് അടുത്ത ദിവസം അപ്പു സർജറിക്ക് വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. ആ സമയത്ത് ഡോക്ടർ വന്നിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പു ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ട് എനിക്ക് ഓപ്പൺ സർജറി അല്ലേ എന്ന്. ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് ഓപ്പൺ സർജറിയാണ്, അപ്പുന് പക്ഷെ ഒരു വേദനയോ ഒന്നും അറിയത്തില്ല എന്നൊക്കെ പറയുന്നു. അപ്പു പറയുന്നുണ്ട് ശ്യാമേച്ചിയും അമ്മയൊക്കെ എനിക്ക് പറഞ്ഞു തന്നത് ദൈവം ഹൃദയത്തിൽ താമസിക്കുന്നുവെന്നാണ്, എന്റെ ഹൃദയം ഓപ്പൺ ചെയ്യുമ്പോൾ ദൈവത്തെ കാണുമല്ലോ, ദൈവത്തിന് എന്ത് രൂപമാണെന്ന് ഡോക്ടറെ എനിക്ക് പറഞ്ഞു തരണമെന്നൊക്കെ പറയാണ്.
ഡോക്ടർ അപ്പോൾ പറഞ്ഞു തരാമെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ അപ്പു പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് സന്തോഷമായി, എങ്കിൽ ഇനിയും ഒരു സർജറിക്കും എനിക്ക് പേടിയില്ല എന്നൊക്കെ പറയുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്